നമസ്കാരം. അമേരിക്കയിൽ വീശിയടിക്കുന്ന അതിശക്തമായ ശീതക്കാറ്റിലും മഞ്ഞുവീഴ്ചയിലും ജനജീവിതം ആകെ സ്തംഭിച്ച അവസ്ഥയിലാണ്. റോക്കി പർവ്വതനിരകൾ മുതൽ കിഴക്കൻ കടൽ തീരം വരെ മഞ്ഞുവീഴ്ചയും ആലിപ്പഴവർഷവും ശൈത്യകാല മഴയും തുടരുന്ന അവസ്ഥയാണ്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ 20 കോടിയിലധികം അമേരിക്കക്കാർ കടുത്ത ശൈത്യം നേരിടേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ടെക്സസിലെ അവസ്ഥ ടെക്സസിലുടനീളം കഠിനമായ മഞ്ഞുവീഴ്ചയും ഐസും രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് റോഡുകളെ അതീവ അപകടകരമാക്കി മാറ്റിയിട്ടുണ്ട്. ടെക്സസ് ഗവർണർ ഗ്രേഗ് അബർട്ട് 134 കൗണ്ടികളിൽ ദുരന്ത നിവാരണ പ്രഖ്യാപനം ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2021 സമാനമായ സാഹചര്യം ഒഴിവാക്കാൻ ഊർജ്ജ നിലയങ്ങൾ സജ്ജമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. വ്യാപകമായ ആഘാതം. ടെക്സസ് മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെയുള്ള ഏകദേശം 2000 മൈൽ ദൂരത്തിൽ ഈ കൊടുങ്കാറ്റ് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഏകദേശം 23 കോടിയിലധികം അമേരിക്കക്കാർ നിലവിൽ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് കീഴിലാണ്. പലയിടത്തും താപനില -40 മുതൽ -50 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താഴാൻ സാധ്യതയുണ്ട്. ഇനി യാത്രാ തടസ്സങ്ങൾ. ആയിരക്കണക്കിന് വിമാന സർവീസുകൾ ഇതിനോടകം തന്നെ റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഡാലസ്, അറ്റ്ലാന്റ തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളെ ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ജനജീവിതം ദുസ്സഹമായ അവസ്ഥയിലാണ്. റോഡുകളിൽ ഐസുകട്ട പിടിച്ചിരിക്കുന്നതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ വാഹനങ്ങൾ പുറത്തിറക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. പൈപ്പുകൾ പൊട്ടാതിരിക്കാൻ ഇൻസുലേറ്റ് ചെയ്യുക. വളർത്തുമൃഗങ്ങളെ വീട്ടിനുള്ളിൽ സുരക്ഷിതമായി നിർത്തുക. അത്യാവശ്യ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ശേഖരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ സീസണിലെ ഏറ്റവും ഭീകരമായ ശീതകാല കൊടുങ്കാറ്റുകളിൽ ഒന്നായാണ് ഫേൺ എന്ന ഈ കൊടുങ്കാറ്റ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിലും തണുപ്പ് കഠിനമായി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 8 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ച പ്രവചിക്കപ്പെടുന്ന വാഷിംഗ്ടൺ DC-യിൽ നാഷണൽ ഗാർഡിന്റെ സഹായം ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി അഭ്യർത്ഥിച്ചു. ശുചിത്വ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെ രാജ്യത്തെ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ച പ്രതിരോധ പ്രവർത്തനം എന്നാണ് മേയർ വിശേഷിപ്പിച്ചത്. ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി 7 ദശലക്ഷത്തിലധികം ഭക്ഷണപ്പൊതികൾ, 6 ലക്ഷം പുതപ്പുകൾ, 300 ജനറേറ്ററുകൾ എന്നിവ മുൻകൂട്ടി സജ്ജമാക്കിയിട്ടുണ്ട്. ഭരണകൂടം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും പൂർണ്ണ സജ്ജമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു.